ഇപ്പോൾ പാലക്കാട് കളക്ടർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അതിലേക്ക്. തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട LSTDയിൽ നിന്നൊരു സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫണ്ടും അതിന് വേണ്ടിയിട്ട് അനുവദിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിന് പുറമെ പഞ്ചായത്തുകൾക്ക് ഇപ്പം അതിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ വഴി പഞ്ചായത്തുകൾക്ക് കൂടുതൽ എമൗണ്ട് ഫണ്ട് കൊടുക്കുന്നതായിരിക്കും കുടിവെള്ളം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. രാവിലെ സമയങ്ങളിൽ ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ട്. അത് കണ്ടെത്തിയ നടപടികളോ അനുബന്ധിച്ചെന്തെങ്കിലും കാര്യങ്ങളോ പരാതികൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കും. ഇപ്പം നിലവിലുള്ള ടൈം പീരീഡ് എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അത് സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാവരും ഫോളോ ചെയ്യേണ്ടതാണ്. നമ്മളാണ് ഏറ്റവും ആദ്യമേ അവധി പ്രഖ്യാപിച്ചത്. ഈ അവധി എന്ന് പറയുന്നത് നമ്മൾ സ്കൂളുകൾ അടയ്ക്കുന്നതിനാണ് ഈ അവധി പ്രഖ്യാപിക്കുക എന്നുള്ളത് പറയുന്നത്. അത് ആദ്യം റെഡ് അലേർട്ട് വരുന്നതിന് മുന്നേ പ്രഖ്യാപിച്ചത് നമ്മുടെ ജില്ലയാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ ഇന്നലെ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, റെഡ് അലേർട്ട് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ വന്നിരുന്ന ഒരു കാര്യമാണ് നമുക്ക് വേനൽ മഴ വൈകുന്നേരങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളത്. പക്ഷേ അധികം വൈഡായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ മിനിമം നമ്മൾ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും മിനിമം ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ആണ് പ്രൈമറിലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതെ, ഓറഞ്ച് അലേർട്ടാണ്. നിലവിൽ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഫേസ് ചെയ്തിട്ടില്ല നമ്മൾ. പക്ഷേ ഇന്നലെ തന്നെ നമ്മളൊരു മീറ്റിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരാഴ്ച കൂടുമ്പോൾ നമ്മളിപ്പം മീറ്റിംഗ് എടുത്ത് നോക്കുന്നുണ്ട്, റിവ്യൂ സിറ്റുവേഷൻ ഉണ്ട്. മാത്രമല്ല എല്ലാ ഡാമിൻ്റെയും അതോറിറ്റീസ് അലേർട്ടിലാണ്. അപ്പം എന്തെങ്കിലും താഴേക്ക് പോവുകയോ അല്ലെങ്കിൽ കുടിവെള്ളക്ഷാമവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു വിഷയങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് എൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നിർദ്ദേശം വന്നതിന് ശേഷം ഒരുവിധം എല്ലാവരും തന്നെ അത് പാലിച്ചിട്ടുണ്ട്. അപ്പം ചില സ്ഥലങ്ങളിൽ പരീക്ഷ നടത്തുന്നതിന് വേണ്ടി പെർമിഷനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതപ്പം കൂളിംഗ് സൊല്യൂഷൻസ് വെച്ചിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം AC ഫെസിലിറ്റീസ് ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള പറഞ്ഞത്. മെയിൻലി മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പം മെഡിക്കൽ കോളേജുകൾ എനിക്ക് തോന്നുന്നു ഉള്ള ബുദ്ധിമുട്ട് അവർക്ക് ഓഫ്ലൈനായിട്ട് നടത്തുവാണെങ്കിൽ എഫക്റ്റീവ് അല്ല ക്ലാസ്സുകൾ എന്നുള്ളൊരു പ്രശ്നവും ഉണ്ട്. അപ്പം പ്രോപ്പർ കൂളിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്ത് ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത്. അതെ, കരുണയിൽ എനിക്ക് തോന്നുന്നു അവർ ഇന്നലെ അത് അടയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ല, നമ്മളിപ്പം പറയുന്നത് എവിടെയാണോ ക്ലാസ് നടത്തുന്നത് എല്ലായിടത്തും ആവശ്യത്തിന് കൂളിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. അത് നിർബന്ധമാണ്. നമുക്കിപ്പോൾ പരാതി കിട്ടുന്ന കേസുകളിൽ ഞങ്ങൾ ഇവിടുന്ന് DDMA തന്നെ നേരിട്ട് പോയി പരിശോധിക്കുന്നുണ്ട്. ഈ ഓറഞ്ച് അലേർട്ട് റെഡ് അലേർട്ട് ആവാനുള്ള സാധ്യതയുണ്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടുതൽ എന്തെങ്കിലും മുൻകരുതലുകളും മറ്റു കാര്യങ്ങളും ഉണ്ടാവുന്നത്? പാലക്കാട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പാലക്കാട് ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. എന്തായാലും ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി അനലൈസ് ചെയ്യുന്നുണ്ടെന്നും ആണ് ജില്ലാ കളക്ടർ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.